ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് മാർക്കറ്റിൽ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിനെ പറ്റിയിട്ടാണ്. കാരണം മാർക്കറ്റിൽ ക്യാൻഡിൽസ് എന്നതുപോലെ തന്നെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സെഗ്മെൻറ്റാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിൽ നമ്മളൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ്, അതായത് ഏതൊരു ക്യാൻഡിലായാൽ പോലും, അതായത് കറൻസീസ് ആയിക്കോട്ടെ, കൊമോഡിറ്റീസ് ആയിക്കോട്ടെ, ഇൻ കേസ് ബിറ്റ് കോയിൻ, ഏത് സെഗ്മെൻ്റ് ആണെങ്കിലും ആയിക്കോട്ടെ, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് തന്നെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ്. സോ ഇതിൽ നമ്മൾ നോർമലായിട്ട് നമുക്ക് നോക്കുന്നത് ടെക്നിക്കൽ അനാലിസിൽ നോക്കുമ്പോൾ ക്യാൻഡിൽ സിക്സിൻ്റെ മൂവ്മെൻ്റ് ആണ്. നോർമലി ഈ ഒരു ക്യാൻഡിൽ സിക്സ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ വോളിയം ബേസ് ചെയ്തിട്ടാണ്. സോ അതിൽ ബൈ വോളിയം ആണോ സെൽ വോളിയം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ക്യാൻഡിൽസിനെ അനലൈസ് ചെയ്യുന്നു പറഞ്ഞു. ഇതേ സിനാരിയോയിൽ തന്നെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്താലും മാർക്കറ്റിൻ്റെ മേജർ മൂവ്മെൻറ്റും എങ്ങോട്ടേക്കാണ് മാർക്കറ്റ് മേജർ മൂവ്മെൻറ്റ് എടുക്കാനുള്ള ചാൻസസ് എന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെഗ്മെൻ്റ് ആണ് മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിലോട്ട് നമുക്ക് പോകാം. നോർമലി അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്ത് ടൂളാണ്. ഡയറക്റ്റ്ലി ഇപ്പോൾ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണ്. സോ ഇതൊരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണെന്ന് എനിക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയത് എനിക്കൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പക്ഷേ ആസ് എ ബിഗിനർ ലെവലിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു ടൂളാണ്, പാത്ത് ടൂൾ എന്ന് പറയും. നമുക്കിവിടെ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട് പാത്ത് ടൂൾ. ഈ പാത്ത് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് കറൻറ്റ്ലി ഒരു 4 hour ബേസ് വെച്ച് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. 4 hour ബേസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു പോയിൻറ്റഡ് ആയിട്ട്, അതായത് ഷാർപ്പൻ ചെയ്തിരിക്കുന്നത് ലോ പോസ്റ്റിന് നമ്മൾ സ്വിംഗ് ലോ എന്നും ഷാർപ്പൻ ചെയ്തിരിക്കുന്നത് ഹൈ പോസ്റ്റിനെ സ്വിംഗ് ഹൈ എന്നും പറയും. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുന്നത്. സോ അതിന് നമ്മൾ പാത്ത് ടൂൾ ഉപയോഗിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തൊരു സ്വിംഗ് ലോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വിംഗ് ലോ, ദെൻ സ്വിംഗ് ഹൈ, അഗെയിൻ ഒരു സ്വിംഗ് ലോ, ദെൻ സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, ദെൻ സ്വിംഗ് ഹൈ, ദെൻ സ്വിംഗ് ലോ, ദെൻ സ്വിംഗ് ഹൈ, ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. ഇവിടെ എന്താ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തൊക്കെയാണെന്ന് മനസ്സിലാവും. അതായത് കണ്ടിന്യൂസ്ലി മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിംഗ് ഹൈ ലെവലുകളാണ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു അപ് ട്രെൻഡിലേക്കാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇത് നോക്കാം, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് അപ്പ് ലെവൽസ് ആണ് ബ്രേക്ക് ചെയ്തിട്ട് ന്യൂ സ്വിംഗ് ഹൈസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്യുക, അപ്പ് ട്രെൻഡിലായിട്ട് കാണുന്നത് മനസ്സിലായി. സോ പക്ഷേ നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. സോ ആ ഒരു ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ പോലും മാർക്കറ്റ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാണ് കാണുന്നത്. കാരണം അതൊരു ട്രെൻഡ് ചേഞ്ചിങ് ആണ്, കണ്ടീഷനാണ്, നമുക്കത് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് ആ ട്രെൻഡ് ചേഞ്ച് ആയെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പ്രീവിയസ്ലി സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താലേ മാത്രമേ നമുക്ക് ട്രെൻഡ് ചേഞ്ച് ആയി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. നോർമലി ഈ അതായത് ഈ ഒരു ബ്രേക്ക് നടക്കുന്ന ഈ ഒരു ലെവലിനെ നമ്മൾ പറയുന്ന പേര് ബ്രേക്ക് സ്ട്രക്ചർ എന്നാണ്. അത് നമ്മൾ ഷോർട്ടായിട്ട് തന്നെ BOS നമുക്ക് അടയാളപ്പെടുത്താം. മാർക്കറ്റ് BOS ക്രിയേറ്റ് ചെയ്ത് പോകുമായിരിക്കും. ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു മാർക്കറ്റ് ഒരു ബ്രേക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ന്യൂ ഹൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് കാണുന്നു. ദെൻ അതിൻ്റെ റീടെസ്റ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കറപ്ഷൻ, മാർക്കറ്റിൻ്റെ ഒരു 50% കറപ്ഷനിലോ ഇല്ല നമുക്കൊരു ഓർഡർ ഇരിക്കുന്ന ഏരിയയിലോ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാം. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു 50% ഓഫ് കറപ്ഷനിൽ മാർക്കറ്റ് വന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് റീച്ച് ചെയ്തു. ദെൻ അവിടെ നിന്ന് എന്തായി, ബൈ മൂവ്മെൻറ്റ് കൊടുത്തു, മാർക്കറ്റ് പോയി. ദെൻ ഈ ഒരു കണ്ടീഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സഡൻ മൂവ്മെൻറ്റ്, ഐ മീൻ ഹൈ വോളിയം ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് നമുക്ക് എന്തറിയാം, ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു 50% നമുക്ക് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ വരെ പോയി. എഗെയിൻ എന്ത് ചെയ്തു, 50%ലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് മൂവ്മെൻറ്റും മാർക്കറ്റ് പുതിയ ഹൈസ് ക്രിയേറ്റ് ചെയ്തു. സോ കണ്ടിന്യൂസ്ലി മാർക്കറ്റ് ഈ ഒരു പോർഷനിലും മാർക്കറ്റിൻ്റെ ഒരു 50% to 61% മാർക്കറ്റ് കറപ്ഷൻ കൊടുത്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻസ് ഷോ ഓഫ് ചെയ്യായിരുന്നു. മാർക്കറ്റ് നമുക്ക് നോക്കാം, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ റീച്ച് ആയതിനു ശേഷം എന്താണ് മാർക്കറ്റിൽ നടന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും, എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സെല് ചെയ്യാന്നൊക്കെ. അത് ഞാൻ ബ്രീഫ് എക്സ്പ്ലെയിൻ ആയിട്ട് നെക്സ്റ്റ് ടൈമിൽ പറഞ്ഞുതരാം. കറൻ്റ്ലി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു BOS, അതായത് അപ് ട്രെൻഡിലേക്കുള്ള BOSന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതേ സെയിം സിനാരിയോ, BOS ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ഉണ്ടാവണമല്ലോ. സ്വാഭാവികമായിട്ടും സ്വിംഗ് ലോ, മാർക്കറ്റിൻ്റെ സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയാണ്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാണ് ചെയ്ത്. അതായത് ഈ ഒരു ബ്രേക്കിംഗ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻഡിക്കേഷൻ ഷോ ഓഫായി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് കൺവേർട്ട് ആയി എന്നുള്ള കണ്ടീഷൻ ഫോമായി. സോ ടെക്നിക്കലി വേറെ പോസിബിലിറ്റീസ് കാര്യങ്ങൾ മാർക്കറ്റ് മേലെ ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു കറപ്ഷൻ കീപ്പ് ചെയ്തതും അതിനുശേഷം അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു,
ഡൗൺ ട്രെൻഡ് കീപ്പ് ചെയ്ത് വന്നതും. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ്, അതായത് ഈ ഒരു കൺസിഡറേഷൻ നമ്മൾ ഈ ഇത്രയും കണ്ടീഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ലോ ബ്രേക്കിംഗ് കിട്ടി. ആ ഒരു ബ്രേക്കിംഗ് കിട്ടിയതിനാലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് ആയി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് ആയി എന്നുള്ള കണ്ടീഷൻ കിട്ടിയത്. സോ പക്ഷേ മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം അത് അതിൻ്റെ പെൻഡിങ് ഓർഡേഴ്സ് കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. അതിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഞാൻ എന്ത് ചെയ്യുക, നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്തുകൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് സ്ട്രക്ചർ ആയിട്ടും റീടെസ്റ്റ് ഇതേപോലെ ഒരു 50% കറപ്റ്റ് ചെയ്യാതെ മാർക്കറ്റ് അഗെയിൻ മുകളിലേക്ക് പോയി വന്നു എന്നതിന് വേറൊരു ആൻസർ ഉണ്ട്. അതിന് വേറെ കണ്ടീഷൻ ടെക്നിക്കലി അനലൈസ് ചെയ്യുമ്പോൾ വേറെ പോസിബിലിറ്റീസും കാര്യങ്ങളും മേലേക്ക് ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് ആ റേഞ്ച് ഓഫ് ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ട് അഗെയിൻ മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം, ഏതൊരു ഇപ്പോൾ വലിയ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ക്യാൻഡിൽ സ്റ്റിക്കിനൊപ്പം തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു സെഗ്മെൻ്റ് ആണ് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ. സോ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പ് ട്രെൻഡ് ആണോ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു അപ്പ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി സ്വിംഗ് ഹൈസ് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കണ്ടിന്യൂസ്ലി ഒരു സ്വിംഗ് ലോ ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് അപ്പ് ട്രെൻഡ് ആണെങ്കിൽ അതിന് 50% നമുക്കൊരു മെത്തേഡ്, അതായത് ഒരു ഫിബ് ലെവൽ മെത്തേഡ് എന്ന് പറയുന്നത് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. അതേപോലെ വേറെ രീതികളിലും നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്നതിലൂടെ ട്രേഡ്സും കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ലെവൽസിൽ നമുക്കത് കുറച്ചും കൂടി ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. സോ യു വിൽ ഗെറ്റ് ദാറ്റ് സൂൺ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. സോ ബൈ.